നമസ്കാരം. ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വേണ്ടയും ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനാണ്. കണ്ടിട്ടില്ല കേട്ടോ, വൈകുന്നേരം തൊഴാൻ പോകുന്നുള്ളൂ. ഇന്നലെ ചതുർബാഹു ആയിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ പിറന്നാളിന്റെ അന്ന് തന്നെ ചതുർബാഹു ആയിട്ട് ഗുരുവായൂരപ്പനായിട്ട് ശ്രീലകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. മിക്കവാറും എല്ലാ അഷ്ടമി രോഹിണിക്കും അങ്ങനെ പതിവുണ്ട് കേട്ടോ. ചതുർബാഹു രൂപത്തിലാണ് ഭഗവാൻ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇന്നലെയും അതുപോലെയായിരുന്നു. പഴയ മേൽശാന്തി ഇറങ്ങുന്ന ദിവസമായിട്ട് അദ്ദേഹം ആണോ ചാർത്തിയെന്ന് എനിക്കറിയില്ല. മേ ബി അദ്ദേഹം ആ ചതുർബാഹു രൂപത്തില് ഭഗവാന്റെ വിഗ്രഹം അലങ്കരിച്ചതിന് ശേഷം ഇറങ്ങിയതായിരിക്കാം. എന്തായാലും ഇന്നു മുതൽ പുതിയ മേൽശാന്തി സ്ഥാനം ഏറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അലങ്കാരം വെണ്ണയും ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനാണ്. ആ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഒരുപാട് പേര് ഇന്നലെ മിത്രവിന്ദയുടെ പിറന്നാളിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് 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 നന്ദി പറയുന്നു കേട്ടോ. എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് എനിക്ക് കിട്ടിയത് എന്ന് വേണം കരുതാൻ. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ ചോദ്യം, പേരറിയാത്തൊരു ഭക്തൻ ഒരു ഭക്ത സപ്തശുദ്ധി അഭിഷേകം ഗുരുവായൂരിൽ രാവിലെയാണോ വൈകിട്ടാണോ ചെയ്യുന്നത് എന്ന്. എല്ലാ അമ്പലങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും അഭിഷേകങ്ങൾ നടക്കാറുള്ളത് രാവിലെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ തന്നെയാണ് സപ്തശുദ്ധി അഭിഷേകം നടക്കാറുള്ളത്. 108 ഒരു സപ്തശുദ്ധി അഭിഷേകം എന്നാണ് പറയുക. 4 ഓദിക്കൻ കുടുംബവും ഒരു മേൽശാന്തിയും ചേർന്ന്, അതായത് 5 പേര് ചേർന്നാണ് 108 ഒരു. 25 ഒരു ഓരോ ഓദിക്കൻ കുടുംബത്തിലെ അംഗവും 8 ഒരു മേൽശാന്തിയും, അങ്ങനെയാണ് സപ്തശുദ്ധി അഭിഷേകം നടക്കാറുള്ളത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് ഈ സപ്തശുദ്ധി അഭിഷേകം എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്. വലിയ സപ്തശുദ്ധി അഭിഷേകവും ചെറിയ സപ്തശുദ്ധി അഭിഷേകവും. വലുതിന് 400 രൂപയാണ് കേട്ടോ. ചെറുതിന് 20ഓ 40ഓ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഷീട്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് മനസ്സിൻ്റെ ശുദ്ധമാവാൻ, ഈ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളൊക്കെ നേരിടുന്ന അനേകം പേരുണ്ടായിരിക്കും അല്ലേ. ഇന്നത്തെ ഒരു ജീവിതശൈലി വെച്ചിട്ട് നമുക്ക് ആർക്കും എപ്പോഴാണ് മൈൻഡ് മാറുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. വളരെ ആഴത്തിൽ പതിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മളെല്ലാവരും ഒരു ചെറിയ എന്താ പറയുക, ഈ ഒരു ഇലക്ട്രോണിക് ഐറ്റത്തിനെയാണ് എല്ലാത്തിനും ആശ്രയിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയം ആരോടാന്ന് ചോദിച്ചാൽ നമ്മളെക്കാളും ചിലപ്പോൾ നമുക്ക് ഇഷ്ടം നമ്മുടെ മൊബൈലിനോടായിരിക്കും. മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇതൊക്കെ നമ്മളെ ശരിക്കും മൈൻഡ് സെറ്റിനെ ബാധിക്കാൻ ഇടവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡിപ്രഷൻ്റെയും ലോൺലിനെസ്സിൻ്റെയൊക്കെ ഒരു അളവ് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരുപാടൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെയൊക്കെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ മാറുന്ന ആളുകളാണ് ഈ സപ്തശുദ്ധി അഭിഷേകം നടത്താറുള്ളത്. ശുദ്ധ മനസ്സാവാൻ, സന്തോഷമായിട്ടിരിക്കാനൊക്കെയാണ് സപ്തശുദ്ധി അഭിഷേകം നടത്താറുള്ളത് എന്നാണ് പറയാറുള്ളത്. ഇതിനു വേണ്ടി മാത്രമല്ല കേട്ടോ, മറ്റൊരാൾ നശിച്ചു കാണണം എന്നുള്ള നമ്മുടെ ചിന്ത മാറാനും, അസൂയ ഇല്ലാതാവാനും, കുശുമ്പില്ലാതാവാനും, കുരുട്ടില്ലാതാവാനും ഒക്കെ നല്ലതാണ് ഈ ഒരു സപ്തശുദ്ധി അഭിഷേകം. ശുദ്ധി കലശം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ മനസ്സിന്റെ ശുദ്ധി കലശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നടത്തുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാണ് സപ്തശുദ്ധി അഭിഷേകത്തിന്റെ വിശേഷങ്ങൾ. ഇനി അടുത്തതായിട്ട് ശാന്തിനി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസംബർ 1-ാം തീയതി ഗുരുവായൂർ വന്നപ്പോൾ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന 108 തവണ ചെറിയ പേപ്പറിൽ എഴുതി മാലയാക്കി കൊടിമര ചുവട്ടിലുള്ള ഭഗവാന് ചാർത്തിയിരുന്നു. പക്ഷെ ഞാൻ പടിഞ്ഞാറേ നടയിലാണ് ചാർത്തിയത്. ഓക്കെ, അപ്പോൾ കൊടിമര ചുവട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, പടിഞ്ഞാറേ നടയിലാണ് ചാർത്തിയത്. ഞാൻ നെയ്വിളക്കിന് ക്യൂവിൽ കയറി പെട്ടെന്ന് തന്നെ ഭഗവാനെ തൊഴുത് തിരിച്ചു വന്നപ്പോൾ അവിടെ ആ മാല കാണുന്നില്ല. എന്തുകൊണ്ടാവും അത് പെട്ടെന്ന് മാറ്റിയത് എന്ന് എപ്പോഴും മനസ്സിലോർക്കും. ഞാനിനി എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അറിയാതെ വന്നിട്ടുണ്ടാകുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ എനിക്ക് നല്ല മൊമെന്റ്സ് കുറേ ഉണ്ടായി. അന്ന് അമ്പലത്തിൽ ഞാൻ മനസ്സിലോർത്ത് താമര പിടിച്ചു നിൽക്കുന്ന ഭഗവാനെ ആയിരുന്നു. നടയിലെത്തിയപ്പോൾ താമര പിടിച്ചു നിൽക്കുന്ന ഭഗവാനെയാണ് അലങ്കാരമായിട്ട് കണ്ടത്. അതേപോലെ തന്നെ എൻ്റെ മോൻ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നല്ലോണം കരയാതെ കണ്ണനെ വിളിച്ചാൽ
അമ്പോറ്റി നിനക്ക് ചോക്ലേറ്റ് തരുമെന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പോൾ ഒരു അപ്പൂപ്പൻ അവന് ചോക്ലേറ്റ് കൊടുക്കുകയും ചെയ്തു. എനിക്കിന്ന് വീണ്ടും ഇത് ഓർമ്മ വന്നു ചേച്ചിയുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോൾ, അതാണ് മെസ്സേജ് അയച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തെറ്റാ പറയുക? ഒരു തെറ്റും വരില്ല. നാമം എഴുതിയ മാല അനേകം പേര് ചാർത്താറുണ്ട് കേട്ടോ. നോക്കൂ, നാലമ്പലത്തിനകത്തൊരു ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, ഓടക്കോയിൽ ഊതി നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണൻ. ഈ ഉണ്ണികൃഷ്ണന് അനേകം മാലകൾ ചാർത്താറുണ്ട്. ചില സമയത്തുണ്ടല്ലോ മാല ചാർത്തി 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 നമ്മുടെ ഉണ്ണികൃഷ്ണന് ശ്വാസം മുട്ടുക തോന്നും. മുഖമൊന്നും കാണാനേ സാധിക്കില്ല. ആ മാതിരി ആളുകള് മാലകൾ ചാർത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ മാലകള് ഇടയ്ക്ക് ഞാൻ തന്നെ ചിലപ്പോൾ പോയിട്ടൊന്നും മുഖമൊക്കെ ഒന്ന് മാറ്റാറുണ്ട് കേട്ടോ. ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സമയത്ത് കൈ തട്ടി അറിയാതെ താഴെ വീഴാണ് ഒരു മാല എന്ന് കരുതുക. എന്നിൽ നിന്ന് ഇതുവരെ സംഭവിച്ചിട്ടില്ല, മേ ബി സംഭവിച്ചേക്കാട്ടോ. അങ്ങനെ താഴെ വീണാൽ അത് എടുത്ത് വീണ്ടും ചാർത്താൻ പറ്റില്ല. പക്ഷെ ഇത് ചാർത്തിയ ആളത് കാണാൻ പോണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നാലമ്പലത്തിനകത്തായതുകൊണ്ടാണ്. രണ്ടാമത് വന്ന് കാണാൻ പറ്റില്ലല്ലോ അവർക്ക്. വീണ്ടും വരിയിൽ നിന്ന് വീണ്ടും വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് സമാധാനിക്കാം അല്ലേ. ഇതേമാതിരി ആരുടെയെങ്കിലും കൈ തട്ടി താഴെ വീണതായിരിക്കാം, അല്ലാന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ വേറൊരു മാല ചാർത്തുന്ന ആള് വന്ന് ചാർത്തുമ്പോൾ പഴയ മാലയാണ് എന്ന് കരുതി എടുത്തു മാറ്റിയതായിരിക്കാം. അങ്ങനെയും സംഭവിക്കാലോ. അതല്ലാതെ ഇതില് ഭഗവാന് ഒരു ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു വെച്ചാൽ എങ്ങനെയാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് സംഭവിക്കുക? ഭഗവാന്റെ അടുത്ത് ചെന്ന് താമരക്കണ്ണനായിട്ട് കണ്ടു എന്ന് പറഞ്ഞു, കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടി എന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയല്ലേ ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. നോക്കൂ, കണ്ണൻ നമുക്ക് ഓരോ സിംറ്റംസിലൂടെയാണ് ഭഗവാനെ കാണിച്ചു തരിക. അതിൽ കൂടുതലൊക്കെ കാണണമെങ്കിൽ അത്രയധികം ജപം ഉണ്ടാവണം നമുക്ക്. അത്രയധികം രാവും പകലും ഭഗവാനെ തന്നെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കണം നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലേ, പ്രാരബ്ധത്തിലൊക്കെ പെട്ട് കിടക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ സിംറ്റംസിലൂടെയാണ് ഭഗവാൻ നമ്മളെ കാണിച്ചു തരിക. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കൂ, പോസിറ്റീവായിട്ട് ചിന്തിക്കൂ കേട്ടോ. അടുത്തതായിട്ട് അരുൺ സി വി എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. മുൻപത്തെ ചാനലിൽ നിന്ന് എന്തുകൊണ്ടാണ് പോയത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? എൻ്റെ ഈ ചോദ്യത്തിന് ആൻസർ പറയാമോ? ഞാൻ ഈ ചോദ്യത്തിനുള്ള മറുപടി വിശദമായിട്ട് തന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വെറും 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു അന്നത്. അന്ന് അതിന് മാത്രം കിട്ടിയ വ്യൂസ് 1,50,000 അടുത്താണ്. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം നെഗറ്റീവ് കേൾക്കാനാണ് എന്ന് തോന്നണൂല്ലേ. ഒന്നും നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട. സംഭവിക്കണതെല്ലാം നല്ലതിന് എന്നാണല്ലോ പറയാം. നല്ലതിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് മാത്രമേ എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് വേണ്ടി ഇന്ന് വരെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ അവരെ കൊണ്ട് അങ്ങനെ തീരുമാനിപ്പിച്ചതായിരിക്കാം എന്നാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാം നല്ലതിനാണ്. ഭഗവാന്റെ ഇച്ഛ പോലെയാണ് നടക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ശോഭന നാരായണൻ കുട്ടി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. മരുമകൻ ഭയങ്കര കുടിയാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് മാറാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പന് താമരപ്പൂ കൊണ്ടുവന്ന് സമർപ്പിക്കൂ. താമരപ്പൂ കൊടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. താമരപ്രിയനാണ് ഉണ്ണികൃഷ്ണൻ, താമര കൊടുത്തോളൂ. എല്ലാം മാറട്ടെ കേട്ടോ, എല്ലാം ഭേദാവട്ടെ. അടുത്തതായിട്ട് ശ്യാമളാദേവി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നീണ്ട മെസ്സേജാണ്, ഞാൻ മുഴുവനായിട്ടും വായിക്കുന്നില്ല. എന്നാലും പറയാണ്, എൻ്റെ 2 മക്കളും ഭഗവാന്റെ ഭക്തരായിരുന്നു. എന്നേക്കാൾ കീർത്തനങ്ങളും പ്രാർത്ഥനകളും അവർ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 2 പേരും ഇപ്പോൾ ഭക്തി ഒട്ടുമില്ലാതെ ഈശ്വരൻ പണക്കാരുടെയും സുന്ദരിമാരുടെയും പ്രാർത്ഥനകളെ കേൾക്കൂ എന്നാണ് പറയുന്നത്. ഒരുതരം നിരീശ്വരവാദികളെ പോലെയാണ്. കാരണം മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ് 13 വർഷമായി, ഇതുവരെയും ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ല. നടത്താത്ത ചികിത്സയും വഴിപാടുകളും ഒന്നുമില്ല. ഭഗവാന് മുന്നിൽ വന്ന് നാരായണീയം ചൊല്ലി സമർപ്പിച്ചിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചില്ല എന്നാണ് പരാതി. ഇളയ കുട്ടിക്ക് 2 വർഷത്തോളം തൃശ്ശൂരുണ്ടായിരുന്നു. കോച്ചിങ് ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുകയായിരുന്നു. എല്ലാ ആഴ്ചയിലും ഭഗവാനെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചിട്ടും അവൾക്ക് ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. അവളും ഇപ്പോൾ നാമജപമൊക്കെ ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായി. എങ്കിലും ഞാൻ ഭഗവാനെ വിടാതെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. കണ്ണീരോടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. 3 വർഷത്തിലേറെയായി ഞാൻ സന്താന ഗോപാല മന്ത്രം എഴുതുന്നുണ്ട്. 2 മക്കളെയും കൂട്ടി വന്ന് ഭഗവാന് മുന്നിൽ സമർപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സവിത ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അതുപോലെ നാരായണീയവും സവിത പറഞ്ഞാണ് ഞാൻ കയ്യിലെടുത്തത്. പഠിക്കാൻ തുടങ്ങിയത്. മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമേ എഴുതി സമർപ്പിക്കാൻ പാടുള്ളൂ, അതോ പഠിക്കുന്ന ഭാഗം അതാത് ദിവസത്തിൽ തന്നെ എഴുതി തുടങ്ങാമോ? അതിനും കൂടി മറുപടി തരണേ എന്നാണ് ശ്യാമള ചേച്ചി. ഞാൻ ആദ്യം തന്നെ 2 കാര്യങ്ങൾ തിരുത്തുകയാണ്.
പണക്കാരുടെയും സുന്ദരിമാരുടെയും ഈശ്വരനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ ഗുരുവായൂരപ്പനെ ഇത്ര വലിയ ഒരു ആരോപണം ഉന്നയിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം ഏറ്റവും ആദ്യം പറയാം, പണക്കാരൻ്റെ മാത്രം ഈശ്വരനാണെങ്കിൽ ഒരു സുധാമാവിനെയും ഇന്ന് നമ്മൾ ഓർക്കുകയോ ചെയ്യില്ല അല്ലെ. ഒരു പഴക്കാരി അമ്മയുടെ കഥയും നമ്മളിവിടെ അനുസ്മരിക്കുകയില്ല. എത്രയോ കാലം കഴിഞ്ഞിട്ടും യുഗം തന്നെ മാറി വന്നിട്ടും നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഒരു സുധാമാവിനെ കുറിച്ച്, കുചേലൻ എന്ന സുധാമാവിനെ കുറിച്ച്. അദ്ദേഹം ധനികനായിരുന്നില്ല, ദരിദ്രൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷം പോലും ദാരിദ്ര്യം നിറഞ്ഞ വേഷമായതുകൊണ്ടാണ് കുചേലൻ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് നൽകിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരാളെ സ്വന്തമായിട്ട് ചേർത്ത് നിർത്താൻ എന്താ പറയേണ്ട സുഹൃത്ത് എന്ന് നമ്മൾ പറയുമെങ്കിലും അതിനുമൊക്കെ അപ്പുറത്തായിരുന്നു ഗുരുവായൂരപ്പന്, നമ്മുടെ മുന്നുണ്ണി കൃഷ്ണന് ആ സുധാമാവുമായിട്ടുള്ള ബന്ധം. നോക്കൂ, ആചാര്യൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കഥയിൽ പറയാണ്, ഈ സുധാമാവ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാൻ ത്രികാലജ്ഞാനിയാണ്, ഭഗവാൻ എല്ലാം അറിയും. നാളെയാണ് സുധാമാവ് എന്നെ കാണാൻ വരുന്നത് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തലേ ദിവസം നാരദ മഹർഷിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആരതി എടുക്കുന്നത്, ദീപാരാധന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു എന്നാ പറയണത്. ഭഗവാനെ തന്നെ ദീപാരാധന ചെയ്യുന്നതായിട്ട് മാത്രമേ ഭഗവാൻ അറിയുള്ളൂ. വേറെ ഒരു ആളെ ദീപാരാധന ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് വീണ്ടും 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 ഭഗവാൻ മനസ്സിലാക്കുകയായിരുന്നു അത്രേ. ഓരോ തവണയും ആരതി ഒഴിഞ്ഞ് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവുമായിരുന്നു. അതേമാതിരി തന്നെ അദ്ദേഹത്തിനെ തൻ്റെ സ്വന്തം ആ ഒരു എന്താ പറയുക ഇരിപ്പിടത്തിൽ ഇരുത്തിക്കൊണ്ട് ദീപാരാധന വരെ നടത്തിയിട്ടുണ്ട് ഭഗവാൻ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പണക്കാർക്ക് മാത്രമുള്ള ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ എങ്കിൽ ഒരിക്കലും ഈ ഒരു കഥ നമുക്ക് ഉണ്ടാവുകയില്ല. ഇതാ എങ്ങോ നടന്നതല്ല കേട്ടോ, ഇപ്പോഴും ഗുരുവായൂർ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനും ഒരു ഉദാഹരണ കഥയുണ്ട്, ഞാൻ കൊണ്ടുവരാം ഉറപ്പായിട്ടും. അടുത്തതായിട്ട് പറയാനുള്ളത് സുന്ദരിമാരുടെ മാത്രം ഭഗവാനാണ് എന്ന്. ഇത്ര വലിയൊരു ആരോപണം അത് വേണ്ടായിരുന്നു കേട്ടോ. സുന്ദരിമാരുടെ ഭഗവാനാണെങ്കിൽ എനിക്ക് ഭഗവാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് ഭഗവാൻ ഉണ്ടാവുമോ അതെനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ പോട്ടെ, നമ്മളെല്ലാവരെയും മാറ്റി നിർത്താം. നിങ്ങളെല്ലാവരും സൈരന്ധ്രിയുടെ കഥ കേട്ടിട്ടുണ്ടോ? സൈരന്ധ്രി എന്ന് പറഞ്ഞ കുബ്ജ എന്ന സൈരന്ധ്രിയുടെ കഥ കേട്ടിട്ടുണ്ടോ? കുബ്ജ എന്ന ആ ഒരു മധുരാനിവാസിയായിട്ടുള്ള സ്ത്രീ, അവരെ ത്രിവക്ര എന്നുകൂടി അറിയപ്പെടും. 3 വളവായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീക്ക് 3 വളവുണ്ടായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു ശാരീരിക സ്ഥിതി എത്ര മോശമായിരുന്നു എന്ന്. അവരെ കാണാൻ ഒന്നിനും കൊള്ളില്ലായിരുന്നു. അങ്ങനെയുള്ള അവര് ഉണ്ടാക്കുന്ന കളഭക്കൂട്ട് കംസ മഹാരാജാവിനെ തൊടിയിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴിയിലാണ് ഭഗവാൻ രാമകൃഷ്ണന്മാരെ എതിരെ വരുന്നത് കണ്ടത്. ഈ എതിരെ വരുന്ന കൃഷ്ണൻ നേരെ കുബ്ജയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഹേ സുന്ദരി എന്നാ വിളിച്ചത്. ഭഗവാൻ ഹേ സുന്ദരി എന്ന് വിളിച്ചാൽ അതിനർത്ഥം അവര് സുന്ദരി ആവും തന്നെയാണ്. അപ്പോൾ സുന്ദരി എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി എന്താ സുന്ദര എന്നാണത്രേ ഈ കുബ്ജ തിരിച്ചു ചോദിച്ചത്. ഈ സുന്ദരി എന്ന വിളി കേട്ടപ്പോൾ കുബ്ജയ്ക്ക് എത്രയോ സന്തോഷമായി. കാരണം പ്രസവിച്ച അമ്മ പോലും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല തന്നെ കാണാൻ സുന്ദരിയാണ് എന്ന്. അങ്ങനെയുള്ള കുബ്ജയെ കാലിൻ്റെ പെരുവിരലിൽ ഒന്ന് അമർത്തി ചവിട്ടിക്കൊണ്ട് ഈ താടി ഒന്ന് പിടിച്ച് ഉയർത്തിയതും അതീവ സുന്ദരിയായി മാറി ഇത്രയും ഭഗവാന്റെ ആ ഒരു കുബ്ജ. അതിനുശേഷം ഭഗവാനാൽ സ്വീകരിക്കപ്പെട്ടു എന്നും കൂടി ഒരു കഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയണം നമ്മൾ. ഇത്ര വലിയ ആരോപണം ചെയ്യുന്നത് എന്തായാലും തെറ്റാണ് കേട്ടോ. പണക്കാർക്കുള്ളതല്ല ഗുരുവായൂരപ്പൻ, നമ്മളെല്ലാവർക്കും ഉള്ളതാണ് ഗുരുവായൂരപ്പൻ. സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും ഉള്ളതല്ല ഭഗവാൻ, നമ്മളെല്ലാവരുടെയാണ് ഗുരുവായൂരപ്പൻ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, 13 വർഷമായിട്ട് കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ നിവാസിയായിട്ടുള്ള ഒരു എൻ്റെ പ്രായം ഉണ്ടായിരിക്കും വിചാരിക്കുന്നു, ഒരു സ്ത്രീ, അവർക്ക് കുട്ടികളില്ല. അവര് അനേകം ട്രീറ്റ്മെന്റ്, വളരെ റിച്ചാണ് അവര്, അതുകൊണ്ട് തന്നെ അനേകം ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാമ്പത്തിക ചുറ്റുപാടുണ്ടായിരുന്നു. അനേകം ട്രീറ്റ്മെന്റുകൾ എടുത്തിരുന്നു. പ്രദക്ഷിണം വെക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നിത്യ ഉപാസനാ മാർഗം. എങ്ങനെ പ്രദക്ഷിണം വെക്കുക? കുളത്തിന് ചുറ്റും കുളപ്രദക്ഷിണമായിട്ട്. എത്ര എണ്ണം എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നും കാണാറുണ്ട് കുളപ്രദക്ഷിണം വെച്ച് അവരെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത്, PCOD പ്രശ്നങ്ങളൊന്നും ഉള്ള ആളൊന്നും അല്ല കേട്ടോ. കണ്ടാൽ വളരെ ഹെൽത്തിയാണ്, വളരെ സുന്ദരിയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണെന്നു അവരെ പ്രദക്ഷിണം വെച്ച് എത്രയോ വർഷം കഴിഞ്ഞിട്ട് അവരുടെ കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സ് പോലും ആയിട്ടില്ല.
ഇപ്പോഴാണ് ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. അവർക്ക് ഏതാണ്ട് 10-40 വയസ്സായിട്ടോ, 10-20 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട്. കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനൊരു മാർഗമുള്ളത്. നോക്കൂ, നമ്മളുടെ ഒരു സുകൃതക്കുറവ് കൊണ്ടാണ് നമ്മൾക്ക് എപ്പോഴും ഒരു കുറവ് സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ സുകൃതക്കുറവിനെ നമ്മൾ മറികടക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഭഗവാനിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ കാരുണ്യവാനാണ്. ഇത്ര കാരുണ്യം എന്ന് ചോദിച്ചാണ്ടല്ലോ, ഭഗവാനെ നമ്മളൊന്ന് നോക്കിയാൽ മതി, ഭഗവാൻ അത്രയും സന്തോഷമാവും. അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളെല്ലാം ഗുരുവായൂരപ്പന്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഇഷ്ടം നമ്മളിലേക്ക് എത്താത്തതെന്നറിയോ? നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെവിടെയാ തിരിഞ്ഞു നിൽക്കണമെന്ന് ചോദിച്ചാൽ ഇതന്നെയാണ്. 13 വർഷമായിട്ട് ഞാൻ വിളിച്ചില്ലേ, എന്നെ കേട്ടില്ലല്ലോ, ഇനി എനിക്ക് വിളിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 14ാമത്തെ വർഷമാണെങ്കിലോ ഭഗവാൻ വിളി കേൾക്കുന്നത്. നിങ്ങൾ ഏത് നിമിഷമാണോ വിളിക്കുന്നത് ആ നിമിഷം ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പോസ്റ്റ്ഡേറ്റഡ് ചെക്ക് മാത്രമാണ്. ആ ചെക്ക് മാറിയെടുക്കണമെങ്കിൽ അത്രയും ദിവസങ്ങളിൽ ഭഗവാനെ വിളിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ സുകൃതം നേടിയെടുക്കാൻ, നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങൾ ഇല്ലാതാക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഒരു വഴി. ഭഗവാനെ ആശ്രയിക്കുക, നാമം ജപിക്കുക, നാമം ജപിക്കുക തന്നെ ജപിക്കുക. കാത്തിരുന്നിട്ടും ഒരു ജോലി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ? ഭഗവാൻ അത് തരില്ല എന്നൊരിക്കലും പറയില്ല. കിട്ടുക തന്നെ ചെയ്യും. കാത്തിരിക്കൂ. കാത്തിരിക്കാനുള്ള ക്ഷമ തന്നെ വേണം. വെറുതെ ഒന്നും അല്ല കേട്ടോ പൂർവികർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാത്തിരിപ്പിന്റെ ഫലം മധുരമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വെറുതെ പറയുന്നതൊന്നും അല്ല അത്. ക്ഷമ എന്നുള്ളത് നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റിയാണ്. ശരിക്കും ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിക്കും ഏറ്റവും അധികം വേണ്ടത് ക്ഷമയാണ്. ക്ഷമാമൂർത്തിയാണ് ഭഗവാൻ. നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ ക്ഷമിക്കും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഭഗവാൻ ക്ഷമിക്കും. ഇതേമാതിരി തന്നെ സാവധാന പ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അത് വെറുതെ സാവധാനം കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഭഗവാനോട് പോയി ചോദിക്കുകയാണ്, ഭഗവാൻ എനിക്ക് അത്ര അത്യാവശ്യമായിട്ട് ഒരു 100 രൂപ വേണം. ഒരു ഉദാഹരണം കേട്ടോ, ഒരു 100 രൂപ വേണം. ഭഗവാൻ തരില്ല. ഭഗവാൻ ചിരിക്കുകയുള്ളൂ. നിനക്ക് ഞാൻ 100 രൂപയല്ല തരാൻ ഉദ്ദേശിക്കണേ, നിനക്ക് ഞാൻ 1,00,000 രൂപയാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ആണോ ഗുരുവായൂരപ്പ, വേഗം തന്നോളൂ പറഞ്ഞാൽ തരില്ല. ഈ 1,00,000 രൂപയിലേക്ക് നമ്മൾ എത്തണം. എങ്ങനെ എത്തണം? നമ്മൾ ജപിച്ച് എത്തണം. ഒരിക്കൽ അദ്ദേഹം ഇങ്ങോട്ട് തരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ദ ബെസ്റ്റ് മാത്രമേ ഗുരുവായൂരപ്പൻ തരുള്ളൂ. അത് ആലോചിച്ചോളൂ, അത് വിശ്വസിച്ചോളൂ. ഗുരുവായൂരപ്പനെ അങ്ങനെ തന്നെ മുറുക്കി പിടിക്കൂ. ഒരിക്കലും വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമാണ് കേട്ടോ. വിട്ടുകളയേ ചെയ്യരുത്. ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. ഒരു പ്രാർത്ഥന പോലും വിഫലമാക്കി കളയില്ല നമ്മുടെ ഉണ്ണികൃഷ്ണൻ. മറ്റൊരാൾക്ക് ദോഷം വരാത്ത എന്ത് പ്രാർത്ഥനയും അവിടെ സ്വീകരിക്കും. എന്ത് പ്രാർത്ഥനയും അവിടെ സ്വീകരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഒരിക്കലും വെറുതെ ആവില്ല നമ്മുടെ ഉണ്ണികൃഷ്ണനെ വിളിച്ചാൽ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. ചോദ്യോത്തരങ്ങൾ എടുക്കാനുള്ള സമയം കുറവാണ്, ഞാൻ നോക്കി വെച്ചത്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്തിരി ചോദ്യം മാത്രം എടുത്തു പോകുന്നത്. നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.